ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനെ സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബാലമാമയോടും അതുപോലെ തന്നെ ചാരുവിനോടും ദേഷ്യപ്പെടാണ് കേട്ടോ എസ് എ. ഈ സമയം അയ്യോ ആകാശ് എങ്ങനെ എൻ്റെ വീട്ടിൽ പെട്ടിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരമായിരിക്കുന്നു കേട്ടോ. പക്ഷേ ഹേമക്ക് ഒന്നൊന്നര പണിയാണ് കിട്ടിയതെന്ന് ഹേമ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഹേമ പേടിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ അരവിന്ദ് പറയണം, അമ്മ മിണ്ടാതിരിക്കേ, ഇതിൽ അമ്മ ഒന്നും പറയരുത്, നമുക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന വിധത്തിലായിരിക്കണം ഇവിടെ സംസാരിക്കേണ്ടത്. അത് കേൾക്കുന്നതിനോട് കൂടി എടാ മോനെ, എന്നാലും എൻ്റെ കുഞ്ഞിനെ അതൊക്കെ എനിക്കറിയാം, അമ്മ മിണ്ടാതിരിക്കുക പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഹേമ നിൽക്കുകയാണ്. പിന്നീട് എസ് ഐ ഇങ്ങനെ ചൂടാവാണ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആകാശിനെ ഒളിപ്പിച്ച് വെച്ച് 15 ലക്ഷം പൊക്കാനാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എസ് ഐ ചൂടാവാണ് കേട്ടോ. ഇതേ സമയം ചാരുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ചാരു പറയണേ, എൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും തിരക്ക് വിട്ട് നിങ്ങളുടെ അടുത്ത് പരാതിയുമായി വന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ അക്കുച്ചേട്ടൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പരാതി പറയില്ല. അപ്പോഴേക്കും ബാലമാമ പറയണേ, ശരിയാണ്, ഒരിക്കലും പരാതി പറയില്ല. എൻ്റെ മോള് ദേവിയുടെ അടുത്ത് പോയിട്ട് കൈ പോലും പൊള്ളിച്ച്, 2 കൈയും പൊള്ളിച്ച് അവനെ കിട്ടാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ച് വന്നതാണ്. ഇത്രയും വലിയൊരു കടുംകൈയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആകാശ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ആകാശ് ആ സമയം ഇങ്ങനെ വെള്ളം കൊടുത്തിരിക്കുന്ന ചാരുവിൻ്റെ കൈകളിലോട്ട് നോക്കിയിട്ട് ചാരു കൈ കാണിച്ചെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ചാരുവിൻ്റെ കൈ ആകെ പൊള്ളിയിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ആകാശ് പറയണേ, എന്തിനാ ചാരു, എന്തിനാ കാക്കുത്തി ഇങ്ങനെയുള്ളൊരു പണിക്കൊക്കെ നിന്ന്, പിന്നെ എൻ്റെ അക്കുച്ചേട്ടനെ കാണാതായ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അക്കുച്ചേട്ടനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്. ആ സമയം എസ് ഐ ഇങ്ങനെ ഇവരെ തന്നെ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ ആകാശ് പറയണ, ഒരിക്കലും ഇവരല്ല എന്നെ ഈ വീട്ടിലാക്കിയത്. അപ്പോൾ ഉടൻ തന്നെ എസ് ഐ ചോദിക്കുക, പിന്നെ ആര്, നീ എങ്ങനെ ഇവിടെ വന്നു വിട്ടു എന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം ഉടൻ തന്നെ ആകാശ് പറയണേ, ഞാൻ ആ 15 ലക്ഷവുമായി പോകുന്നതിനിടയിൽ എൻ്റെ ബൈക്ക് പെട്ടെന്ന് ഒരാളെ തടയുകയും എന്നെ പെട്ടെന്ന് കെട്ടിയിട്ട് ആക്രമിക്കുകയും എന്നിട്ട് കാറിൽ കയറ്റി അവരൊരു ഇഞ്ചക്ഷൻ എൻ്റെ ദേഹത്ത് വെക്കുകയും പിന്നീട് എനിക്ക് യാതൊരുവിധ ബോധവുമില്ല, മയക്കം വരുമ്പോൾ ഞാൻ ഇവിടെയാണ് കാണുന്നത്, എന്നെ ആരോ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് പണത്തിന് വേണ്ടിയല്ല, വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന എസ് ഐക്ക് ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഈ സമയം ബാലമ്മ പറയണേ, എൻ്റെ മകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ലല്ലോ, എൻ്റെ സ്വന്തം മകനെ ഞാൻ എന്തിനെ പെട്ടിയിലാക്കുന്നത്. അപ്പോൾ ചാരു പറയണേ, അതെ സാർ. അപ്പോൾ തന്നെ എസ് ഐ പറയണേ, എനിക്കും എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട്, എന്തായാലും നീ എൻ്റെ കൂടെ ഒന്ന് വാ, പരാതി നൽകാൻ എന്ന് പറയാൻ കേട്ടോ. ആ സമയം ഹേമ, എന്നാലും എൻ്റെ മോനെ എന്നൊക്കെ പറയുമ്പോൾ അമ്മൊന്നും മിണ്ടാതിരിക്കുക, ഒരിക്കലും നമ്മൾ വഴിയാണ് ഈ ഒരു പെട്ടി, അതായത് ശ്രേയ പറഞ്ഞിട്ടാണ് ഇവളിവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ളത് ഒരിക്കലും വരാൻ പാടില്ല, അത് വരാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആകാശ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ രംഗവും 15 ലക്ഷം രൂപ എസ് ഐ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ആ രംഗമാണ് കേട്ടോ. അങ്ങനെ ആകാശിനോട് പരാതി എഴുതാൻ പറയുന്ന സമയത്താണ് പെട്ടെന്ന് എസ് ഐക്ക് ഒരു ഫോൺ കോൾ വരുന്നത് കേട്ടോ. അത് ശ്രേയയുടെ ഫോണായിരിക്കും. അങ്ങനെ ശ്രേയ പറയണേ, അതെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്, എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം എന്താണ്. അതെ ശ്രേയാണ്. പറഞ്ഞോളൂ എന്ന് പറഞ്ഞില്ലേ. അതെ, ആകാശ് എന്ന ആ വ്യക്തിയുടെ പേരിൽ പരാതി നൽകാനാണ് ഞാൻ വന്നത്. എന്തിനാണ് അവൻ പരാതി നൽകുന്നത്? 15 ലക്ഷം രൂപ അവൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ആ 15 ലക്ഷം രൂപ കിട്ടിയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ പരാതി കൊടുക്കേണ്ടത്? അല്ല സാറേ, അയാളെ ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല, അയാൾ 15 ലക്ഷം രൂപ കട്ടുപോകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതെ, അയാളെ പുറത്ത് വിടേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല. അപ്പോഴേക്കും ശ്രേയ പറയണേ, ഞാൻ ആരാണെന്ന് അറിയില്ലേ, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം, എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം, ആരെ ശിക്ഷിക്കണം ആരെ ശിക്ഷിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എസ് ഐ ശ്രേയയുടെ നേർക്ക് ചൂടാവാണ് കേട്ടോ. ഈ സമയം ശ്രേയാണെങ്കിൽ ഈശ്വര, ഇവന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു, ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കാൻ എന്നും അകത്തിടാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ശ്രേയ ഈ കളിയൊക്കെ കളിച്ചത് കേട്ടോ. അങ്ങനെ ശ്രേയ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവനെ അകത്താക്കാൻ എന്നുള്ള ആ ഒരു ലെവലാണ്. അങ്ങനെ ആകാശിനോട് പരാതി എഴുതാൻ പറയണേ, ആകാശ് അതിനനുസരിച്ച് പരാതി എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകാശ് പറയാണ്, ഞാൻ എങ്ങനെ അവിടെ അകപ്പെട്ടു എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ അവിടെ എത്തി, എന്നെ ആരോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കോളൊക്കെ ഇങ്ങനെ ആകാശ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ബാലമാമയാണെങ്കിലോ ഉടൻ തന്നെ ബാലമാമ പറയാണ്, എന്തായാലും ആ പെട്ടി ഒന്ന് എടുക്കുക, ആ പെട്ടി നമുക്കൊന്ന് പരിശോധിക്കണം. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അത് പരിശോധിക്കുക. അപ്പോൾ ബാലമാമ പറയാണ് ചാരുവിനോട്, ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്, ഈ പെട്ടി നമ്മുടെ വീടിനുള്ളിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഈ പെട്ടി പെട്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്, അമ്മക്കും മോനക്കും ഇതിൽ വല്ല ഏർപ്പാടുണ്ടോ എന്ന് ബാലമാമ ഹേമയോടും അരവിന്ദനോട്
ചോദിക്കണം കേട്ടോ, ഇതെന്താ അപ്പം ഇത് ഞങ്ങളെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ചാരു ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അതെ, ഇതെന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് അരവിന്ദൻ പറയണേ. അതെ, ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ കച്ചവടക്കാരി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളിങ്ങനെ ഓരോ പണികൾ ചെയ്തു വെച്ചിട്ടായിരിക്കും, അവളായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചാരുവിനെ നിങ്ങൾക്ക് ആർക്കും ഒന്നും തന്നെ പറയാൻ യാതൊരുവിധ അവകാശമില്ല. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നടന്ന് നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം, നമ്മുടെ പൊന്നു മോനെയാണ് പെട്ടിയിലാക്കിയത് എന്ന് ഹേമ പറയാം. ഇത് എൻ്റെ ബലമായ സംശയം, നിങ്ങളല്ലേ ഇവിടെ ആകാശിനെ കൊടുന്നിട്ടത്? അപ്പോഴേക്കും ഹേമ പറയണേ, എൻ്റെ പൊന്നു മോനെ കൊണ്ടുവന്നിടേണ്ട ആവശ്യം എന്താ? അപ്പോഴേക്കും ബാലമാമ പറയണേ, നീ അതും ചെയ്യും അതിലപ്പുറം ചെയ്യുമെന്ന് പറയണേ. നിനക്ക് വാശിയും ദേഷ്യവും പ്രതികാരമൊക്കെ അല്ലേ, അതൊക്കെ തീർക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല, നീ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ബാലമാമ ഇങ്ങനെ ചൂടാവാണ്. സ്വന്തം മകനെ കൊല്ലാൻ പോലും നീ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ ഗോവിന്ദമാമി അനുവും അതുപോലെ രമേശും എല്ലാവരും നിൽക്കുകയാണ്. അപ്പോഴേക്കും മൂത്ത മകള് ചന്ദ്രയ, അങ്ങനെ എന്തോ പേര് മറന്നു, അങ്ങനെ അവൾ വന്നിട്ട് പറയാണ്, അച്ഛാ വെറുതെ ഇവിടെ ഇങ്ങനെ വഴക്കിടാതെ. അപ്പോഴേക്കും രമേശൻ പറയണത് ശരിയാണ്, വഴക്കിടാതെ അച്ഛാ, നമുക്ക് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ആകാശിന് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയല്ലോ, അതന്നെ വലിയൊരു ഭാഗ്യം. അപ്പോഴേക്കും ഗോവിന്ദമാമൻ പറയണത് ശരിയാണ്, നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയല്ല, ഇത് ആര് മുഖേനയാണ് ഈ പെട്ടി ഇവിടെ വന്നതെന്ന് എനിക്കറിയണം, അതെൻ്റെ വാശിയാണ്, ഞാനിത് ചോദ്യം ചെയ്യും, ഞാനത് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് ബാലമാമ ചൂടാകുമ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ പറയണേ, അമ്മ ഒന്നിങ്ങ് വന്നേ, ഇവരുടെ സംസാരത്തിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അപ്പോഴേക്കും ബാലമാമ പറയണേ, മറുപടി നൽകേണ്ടി വരും, ഇതാരാണെന്ന് ഞാൻ കണ്ടെത്തും, ഇതിന് പിറകിൽ കളിച്ചവരെ ഞാൻ ആരെയും വെറുതെ വിടില്ല, ആരും അങ്ങനെ ഇവിടെ നെഗളിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണ്ട. അപ്പോഴേക്കും അവിടെ ഒരു വഴക്കാവുന്ന മനസ്സിലാക്കിയ മൂത്ത മകൾ പറയണ, അച്ഛനൊന്നും മിണ്ടാതിരിക്കും, മതി, എന്തായാലും ആകാശ് കിട്ടിയില്ലേ, പോലീസിൽ പരാതിയും കൊടുക്കാൻ ആകാശ് പോയിട്ടുണ്ടല്ലോ, ഇനി പോലീസ് തമ്മിലായിക്കോളൂ, ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട അച്ഛാ, അങ്ങനെയല്ല മോളെ, ഇതും ചെയ്യും ഇതിലപ്പുറം ചെയ്യാൻ മടിയില്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോഴേക്കും ഇവിടെ അരവിന്ദൻ പറയണേ, ഞങ്ങളെ ഒന്നും ചെയ്തിട്ട് ഞങ്ങളിതിൽ വലിച്ചഴക്കാൻ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ്, ഞങ്ങളിതിൽ വലിച്ചഴക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം കാണാൻ ചാരു ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നു കേട്ടോ, ഇവരുടെ വാക്കുകൾ ഓരോന്നും ചാരു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അരവിന്ദൻ തട്ടിക്കയറാണ്, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ബാലമാമ പറയുന്നത്, ഞാൻ നിങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ എന്തോ ഒരു ചതിക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ തറപ്പിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര വഴക്കാവാണ്. അങ്ങനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ചാരുവിനെയാണ്. ചാരു ഓഫീസിലോട്ട് കയറി ചെല്ലുന്ന, ശ്രേയയുടെ ഓഫീസിലോട്ട് കയറി ചെല്ലുന്ന സമയമാണ്. അപ്പോൾ പിയോണ് വന്നിട്ട് പറയാണ്, അതെ മാഡത്തിനെ കാണാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പറയണേ. അപ്പോഴേക്കും തൻ്റെ മാഡത്തിനെ കാണാൻ എനിക്ക് പെർമിഷൻ വേണ്ടടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് കയറുന്നത് കാണുമോ സൗമ്യയും മറ്റുള്ളവരൊക്കെ ആകെ പകച്ചു പോവാണ് കേട്ടോ. ഇന്നേ വരെ ചാരുവിൻ്റെ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല. അങ്ങനെ ചാരു ദേഷ്യത്തോട് കൂടിയിട്ട് ഷേയുടെ അടുത്തോട്ട് ചെല്ലുക. അപ്പോൾ ഷേ ചോദിക്കണം, ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ ക്യാബിനുള്ളിലോട്ട് കയറിയതെന്ന് പറയണേ. ഞാൻ ആരോടാണ് ചോദിക്കേണ്ടതെന്ന് പറയണേ. അതെ, എൻ്റെ ക്യാബിനിൽ കയറുമ്പോൾ അതിൻ്റേതായ ആളുകളോട് പെർമിഷൻ എടുക്കുക, അതൊന്നും ഞാൻ എടുത്തില്ലെങ്കിൽ നീ എന്താ എന്നെ ചെയ്യുക? നീ ആരോടെ സംസാരിക്കുന്ന അറിയാം? ആരോടാന്ന് എനിക്ക് നന്നായി അറിയാം, ഷേയോട്. അല്ല, നീ ഇപ്പം എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വന്നത് എന്താണെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. നീ എന്തോന്നാ എന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് ഷേ ചോദിക്കുക. അപ്പോൾ ചാരു പറയണേ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും, നീ ഒന്നും ചെയ്തിട്ടില്ലേ, നീ ഇതുവരെ ചെയ്തു വെച്ചത് എന്താ? അപ്പോൾ ഉടൻ തന്നെ ഷേ പറയും, ഞാൻ എന്താ ചെയ്തു വെച്ചത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം കേട്ടോ. ഉടൻ തന്നെ നീ എൻ്റെ അക്കുച്ചേട്ടനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതും പോരാ, എന്നിട്ട് നീ കിടന്ന് പുലമ്പുന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് പുലമ്പണ്ട, നീ ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും എന്നിലുണ്ട് എന്ന് പറയട്ടോ. പക്ഷേ ഒന്ന് പരിങ്ങാണ്, ഞാൻ എന്നെ ചെയ്ത്, നിൻ്റെ എന്ത് തെളിവാണുള്ളത് എന്ന് പറയട്ടോ. പോലീസ് വരുമ്പോൾ നിന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളും, നീ എൻ്റെ അക്കുച്ചേട്ടനോട് ചെയ്തതിനുള്ള ക്രൂരത ഞാൻ അങ്ങ് വെറുതെ വിടാൻ തയ്യാറല്ല, ഞാൻ എന്തായാലും നിന്നെ ശിക്ഷിച്ചിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്, നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ചാരു പറയണേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ചാരു ആ പെട്ടിക്കുള്ളിൽ, അതായത് ഷേയ പെട്ടിക്കുള്ളിൽ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ച ഒരു പേപ്പറിൻ്റെ കണക്കും കാര്യങ്ങളുള്ള ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണമായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാടി ഞാൻ പ്രാർത്ഥിച്ച, ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്, നീയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതിൻ്റെ രേഖയാണ് ഈ കിടക്കുന്നത്, ഇതാ കണ്ടോ എന്ന് പറയുമ്പോൾ ഷേയ ആകെ പേടിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, എൻ്റെ അക്കുച്ചേട്ടനെ നീ തീ തിന്നിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നീയും ജയിലിനുള്ളിൽ കിടക്കട്ടെ, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവളെ ഇനി
ഒരിക്കലും എൻ്റെ അക്കുച്ചേട്ടനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അക്കുച്ചേട്ടനെ ഒരുപാട് പ്രാവശ്യമായി നീ ഉപദ്രവിക്കുന്നു. ഇനി ഇത് ഞാൻ കണ്ടു നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പോവാണ്. അതിനുള്ള തെളിവുകളും കറക്റ്റായി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ശ്രേയ ചാരു പ്ലീസ് നീ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റി. ഞാനങ്ങനെ ചെയ്തു പോയി എന്നുള്ളത് സത്യം തന്നെ. എനിക്ക് തെറ്റ് പറ്റി. നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം ചിന്തിച്ചോ. നീ ഒരു കാലത്ത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അക്കുച്ചേട്ടനെ നീ സ്നേഹിച്ചിരുന്നു. ആ ഒരു സഹതാപം എനിക്ക് നിന്നോടുണ്ടായിരുന്നു. ഒരു സ്നേഹിച്ച ഒരു വ്യക്തിയെ പിരിക്കാൻ കാരണക്കാരി ഞാനായല്ലോ എന്നൊരു സഹതാപം. എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നീ ആ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് എൻ്റെ അക്കുച്ചേട്ടൻ എൻ്റെ പ്രാണനാണ്. ഇപ്പം ഞാനും അദ്ദേഹവും പ്രാണൻ പോലെ സ്നേഹിക്കുകയാണ്. ഞങ്ങൾ ഒരു മനസ്സും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു ശരീരവുമായെന്ന പോലെയാണ് ഇനി ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അക്കുച്ചേട്ടൻ്റെ ദേഹത്ത് ഇനി ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് നോക്കടി, നീ എഴുതിയ ബില്ലാണ് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രേയ ആകെ പേടിച്ച് പോകാൻ കേട്ടോ. എന്നിട്ട് ശ്രേയയുടെ കൈകളിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ശ്രേയയുടെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി ചാരി പോകുന്ന കിടക്ക എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.